ഹാനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സങ്കടമാണ്. കാരണം ഇവളെ കൂട്ടാതെയാണല്ലോ ബാക്കി രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവളിപ്പോ ഭയങ്കര സാഡായിട്ട് ഈ ഒരു കടൽക്കരയിലേക്ക് വന്നിട്ട് കടലിലേക്ക് നോക്കി ഉറക്കെ വിളിച്ച് പറയാണ്, എന്നെ മാത്രം എന്താണ് മെർമേഡായിട്ട് മാറ്റാത്തത്? അവളുടെ ആ ഒരു വിഷ് അവളിപ്പോ ആ ഒരു കടലിലേക്ക് നോക്കിയിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ട് അവൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിൽ നനഞ്ഞു നോക്കുന്നുണ്ട്, അവൾ മെർമേഡായിട്ട് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ നോക്കുമ്പോഴും അവൾ മെർമേഡായിട്ടൊന്നും മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സാഡായിട്ട് അങ്ങനെ നിൽക്കാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് അവൾ ഒരു കാര്യം കാണുന്നത്. ഒരു ചെറിയ പെൺകുട്ടി ഇവളെ തന്നെ നോക്കിയിട്ട് ഇവള് വിളിച്ചു പറയുന്ന കാര്യം നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹാനയ്ക്കാണെന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ട് ഒരു ചമ്പല് വരികയാണ്. ഇപ്പൊ നമ്മുടെ ജാക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ജാക്കിനെ കണ്ടു കഴിഞ്ഞപ്പോ ഹാനയ്ക്ക് ഒരു കമ്പനി കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് സന്തോഷമാവാണ്. നീ കഴിഞ്ഞ ദിവസം മെർമേഡ്സിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് മെർമേഡ്സ് കാരണം നമ്മൾ ഇൻഫെക്റ്റഡ് ആവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആർക്കെങ്കിലും അങ്ങനെ മെർമേഡായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് അവളിപ്പോ ജാക്കിനോട് ചോദിക്കുകയാണ്. എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മ അറിയാതെ എന്റെ അച്ഛന്റെ ഒരു ഡയറി ഉണ്ട്, അതിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ജാക്ക് ഹാനനെ കൂട്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ്. ഒരു റൂമിന്റെ ഉള്ളിൽ ഇവന്റെ അച്ഛന്റെ റിസർച്ച് ബുക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഈ റൂമിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു ഡയറി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. കുറെ നേരം തെരഞ്ഞു കഴിഞ്ഞപ്പോ ജാക്കിന് ആ ഒരു ഡയറി കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ചേർന്നിട്ട് ആ ഒരു ഡയറി വായിച്ചു നോക്കുകയാണ്. എന്നാൽ അത് വായിച്ചു നോക്കിയ സമയത്ത് തന്നെ ഹാനയ്ക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. മെർമെയ്ഡ്സിന്റെ ഇൻഫെക്ഷൻ അത് 3 ദിവസം മാത്രമേ നീണ്ടു നിൽക്കുന്നല്ലേ ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി 3 ദിവസത്തിന്റെ ഉള്ളിൽ ആ ഒരു ഇൻഫെക്ഷൻ ഒരു പ്രൊസീജിയർ വഴി ഒഴിവാക്കണം. 3ാമത്തെ ദിവസം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ അതിനുശേഷം മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. ആ ഒരു ജീവിതകാലം മുഴുവനും മെർമെയ്ഡ്സ് ആയിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ മുഴുവനും മെർമെയ്ഡ്സ് ആയിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അടുത്ത സീനിൽ ഹന്നയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇവൾ ആ ഒരു ഡയറി വായിച്ചിട്ടുള്ള കാര്യവും അതിലത്തെ ഡീറ്റെയിൽസ് മുഴുവനും അവളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജൂലി ഒരുപാട് ഹാപ്പി ആവാണ്. ജീവിതകാലം മുഴുവനും മെർമെയ്ഡ്സ് ആയിട്ട് തന്നെ ജീവിക്കാലോ, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് നല്ല രീതിയിലുള്ള സന്തോഷം വന്നിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാർത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. ജീവിതകാലം മുഴുവനും ഈ ഒരു വാലും നോക്കി നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻ അത് ഒഴിവാക്കണമെന്ന് മാർത്ത ഇപ്പൊ പറയുന്നുണ്ട്. നീ എന്തോ പ്രൊസീജിയറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ, അതെന്താന്ന് ഹാനോട് ഇപ്പൊ മാർത്ത ചോദിക്കുകയാണ്. അതോ അത് ലിസിങ്ക എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പ്രൊസീജിയർ ആണ്. ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ മാർത്ത ഒരു സീനില് നമ്മുടെ ഫോക്സിന്റെ ആ ഒരു റൂമിൽ വെച്ചിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ മുകളിൽ ലിസിങ്ക എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമൊക്കെ മാർത്തയ്ക്ക് ഇപ്പൊ ഓർമ്മ വരുവാണ്. ലിസിങ്ക എന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് എന്താന്നുള്ളത് ഒരാൾക്ക് അറിയാം. ഇപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ മാർത്ത പറഞ്ഞിട്ട് അവളിപ്പോ നേരെ നമ്മുടെ ഫോക്സിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ ഫോക്സിനെ വിളിച്ചിട്ട് അവളുടെ കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിക്കുന്നുണ്ട്. വെള്ളം ഇവളുടെ കയ്യിലേക്ക് വീണ അതേ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ മാജിക്കലായിട്ട് തന്നെ ആ ഒരു മീനിന്റെ ചെതുമ്പലുകൾ ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഫോക്സ് ഞെട്ടി വിറച്ചു പോവാണ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഞങ്ങൾക്ക് ഇതുപോലൊരു ഇൻഫെക്ഷൻ കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മുഴുവൻ കഥയും നമ്മുടെ ഫോക്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാർത്ത. എന്റെ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ലിസിങ്ക എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പ്രൊസീജിയർ ചെയ്യണമെന്ന് അവളിപ്പോ പറയാണ്. ലിസിങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണെന്ന് അറിയോന്ന് ഫോക്സിനോട് ഇപ്പൊ മാർത്ത ചോദിക്കുന്നുണ്ട്. മെർമെയ്ഡ്സിന്റെ സോങ്ങിനാണ് ലിസിങ്ക എന്ന് പറയാ. നിന്റെ ഈ ഒരു ഇൻഫെക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ സോങ് ഓഫ് ദ മെർമെയ്ഡ് അത് നീ ഒരു 3